എക്സാം രണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതായത് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു സെക്ഷൻ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും PSCയുടെ പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം കുറേയധികം ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ പഠിക്കണം, അത് എവിടെ നിന്നാണ് വരുന്നത്, അതേപോലെ തന്നെ ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന ഡിഗ്രി ലെവലിന്റെ മുകളിലേക്കുള്ള പരീക്ഷകളിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ സെക്ഷനിൽ നിന്നും അതേപോലെ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലായിരിക്കും. രണ്ടാമത്തെ കാര്യം, അതിന്റെ സോഴ്സും ടെക്നിക്കും, എങ്ങനെയാണ് നിങ്ങൾ അത് കണ്ടെത്തേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കാം. ഇങ്ങനെ നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അത് അനലൈസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ഡിഗ്രി തലത്തിൽ ചോദിച്ചിട്ടുള്ള നമ്മുടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് വേണ്ടി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Which of the following is not the function of election commission? Election commissionന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത് എന്നുള്ളൊരു ചോദ്യമാണ്. ഇതേപോലെ തന്നെ നമ്മളോട് പല ചോദ്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നൊക്കെ നിങ്ങളെ തലരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ ചോദ്യത്തിന്റെ ഒരു ഓപ്ഷൻസ് ആയിട്ട് അവർ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത്, ഇലക്ഷൻ കമ്മീഷൻ സൂപ്പർവൈസസ് ദ പ്രിപ്പറേഷൻ ഓഫ് അപ് ടു ഡേറ്റ് വോട്ടേഴ്സ് ലിസ്റ്റ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ, ഇറ്റ് ഓൾസോ ഡിറ്റർമൈൻസ് ദ ടൈമിംഗ് ഓഫ് ഇലക്ഷൻ ആൻഡ് പ്രിപ്പയർ ഇലക്ഷൻ ഷെഡ്യൂൾസ്. മൂന്നാമത്തെ ഓപ്ഷൻ, CM ഓഫ് എ സ്റ്റേറ്റ് ഹാസ് എ പവർ ടു ടേക്ക് ഡിസിഷൻ ടു എൻഷുർ എ ഫ്രീ ആൻഡ് ഫെയർ പോൾസ്. അതേപോലെ തന്നെ നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, ഈ ഇലക്ഷൻ കമ്മീഷൻ അക്കോർഡ്സ് ദ റെക്കഗ്നീഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഓൾസോ അലോട്ട്സ് ദ സിമ്പിൾ ടു ഈച്ച് ഓഫ് ദം. അപ്പൊ നമുക്കിത് വായിക്കുമ്പോൾ തന്നെ മൊത്തമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇലക്ഷൻ കമ്മീഷനായിട്ട് റിലേറ്റഡ് ആണ്. ഇതിലിപ്പോൾ തെറ്റായിട്ട് ഏതാണെന്നുള്ളത് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് 1 and 2 ഓൺലി, ഓപ്ഷൻ ബി ആയിട്ട് കൊടുത്തിട്ടുള്ളത് 4 ഓൺലി, 1 and 3 ഓൺലി, ഓപ്ഷൻ സി. അതേപോലെ ഓപ്ഷൻ ഡിയിൽ 3 ഓൺലി, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കാണുമ്പോൾ തന്നെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി. ഇത്രയും വായിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏത് ഒരു ടോപ്പിക്കിനെയാണ് നമ്മൾ എക്സാക്ട്ലി, അല്ലെങ്കിൽ ഏതൊരു സെക്ഷനാണ് നമ്മൾ എന്നുള്ളത് ഓർമ്മയിൽ കൊണ്ടുവരണം. പണ്ട് പഠിച്ച കാര്യങ്ങളൊന്ന് നമ്മൾ ഓർമ്മയിൽ കൊണ്ടുവരണം. അപ്പൊ നിങ്ങളിത് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ഡി 3 ഓൺലി ആണ് ശരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ ഇത് എവിടുന്ന് കിട്ടി, അല്ലെങ്കിൽ എവിടുന്ന് ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ കാണിച്ചുതരാം. ഓക്കെ, ഇത് നമ്മുടെ NCERTയുടെ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന്റെ NCERTയുടെ 11th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്ക് ഓക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതിൽ കൃത്യമായിട്ട് ഈ ഫംഗ്ഷൻസ് എല്ലാം തന്നെ 4 പോയിന്റുകളായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഫസ്റ്റത്തെ പോയിന്റ്, ഇറ്റ് സൂപ്പർവൈസസ് പ്രിപ്പറേഷൻ ഓഫ് അപ്ഡേറ്റ് വോട്ടേഴ്സ് ലിസ്റ്റ്. അതാണല്ലോ ഫസ്റ്റ് ഓപ്ഷനോട് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ, ഇറ്റ് ഓൾസോ ഡിറ്റർമൈൻസ് ടൈമിംഗ് ഓഫ് ഇലക്ഷൻ പ്രിപ്പയർ ദ ഇലക്ഷൻ ഷെഡ്യൂൾ. രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി, ഡ്യൂറിംഗ് ദ എൻറ്റയർ പ്രോസസ് ഇലക്ഷൻ കമ്മീഷൻ ഹാസ് എ പവർ ടു ടേക്ക് ഡിസിഷൻ ടു എൻഷുർ ഫ്രീ ആൻഡ് ഫെയർ പോൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവിടെ CM ആണ് അവിടെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. CM എന്നുള്ളത് തെറ്റാണ്. ഇലക്ഷൻ കമ്മീഷൻ ഹാസ് ദ പവർ ടു ടേക്ക് ഡിസിഷൻ ടു എൻഷുർ ഫ്രീ ആൻഡ് ഫെയർ പോൾ. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കാം, ദ ഇലക്ഷൻ കമ്മീഷൻ അക്കോർഡ്സ് റെക്കഗ്നീഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അലോട്ട് സിമ്പിൾ ടു ഈച്ച് ഓഫ് ദം. ശരിയാണ്. അപ്പൊ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ഓപ്ഷനാണ് തെറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ കണ്ടെത്തി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ചോദ്യം വന്നിട്ടുള്ളത് NCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ മിക്കതും ഇതേപോലെ വരുന്നത്. ചിലപ്പോൾ നമ്മൾ പഠിച്ച കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യമാവാം, ചിലപ്പോൾ അവർ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഓക്കെ, ഇനി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് സെക്ഷൻ, സോഴ്സസ്. എവിടുന്ന് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ എവിടുന്ന് നമുക്കിത് പഠിക്കണം, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ സോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ UPSC എക്സാംസിലാണെന്നുണ്ടെങ്കിൽ, ഇനി അല്ല നിങ്ങളൊരു സെൻട്രൽ ഗവൺമെന്റ് SSC പരീക്ഷകൾക്കാണെന്നുണ്ടെങ്കിലും NCERTയുടെ എക്സസൈസസുമാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10ാം ക്ലാസ്സിന്റെ മുകളിലേക്കുള്ള ചോദ്യപേപ്പറുകളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ ചാപ്റ്ററിലും NCERT ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റുകളായിട്ട് ലിസ്റ്റ് ചെയ്ത സെക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്തും NCERT എക്സസൈസസിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ UPSC SSC പരീക്ഷകൾക്ക്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾ PSC ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം PSC ബുള്ളറ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക.
അതേപോലെ തന്നെ SCRT നമ്മുടെ സ്റ്റേറ്റിന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് വായിക്കുക എന്നുള്ളത്. അതിന്റെ കൂടെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ വായിക്കുക. ഞാൻ കൂടുതലായിട്ട് വായിക്കാൻ പറയുന്നില്ല, കാരണം നമുക്ക് ചോദ്യങ്ങൾ ഇപ്പോൾ ഡിഗ്രി ലെവലിന്റെ എക്സാമിനാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. അപ്പൊ ചില ടേംസ് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ശരിക്കും NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ PSC ഡിഗ്രി ലെവൽ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ 3 ടെക്സ്റ്റ് ബുക്കുകളും കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. SCRT ടെക്സ്റ്റ് ബുക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതേപോലെ തന്നെ PSC ബുള്ളറ്റിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ NCERT ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്കിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എങ്ങനെ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കാം എന്നുള്ള കാര്യം. നെഗറ്റീവ് മാർക്കിംഗ് എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ് അല്ലെ, നെഗറ്റീവ് മാർക്കിംഗ്. കാരണം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി കഴിഞ്ഞു, എന്നിട്ട് നമുക്ക് നെഗറ്റീവ് കിട്ടുന്നു, മാർക്ക് കുറയുന്നു, റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താവുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ, ഒരു PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒരു 3 സ്റ്റെപ്പിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, 3 സ്റ്റെപ്പായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ 3 സ്റ്റെപ്പിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു റാങ്ക് ഫയൽ ആയിക്കോട്ടെ, ആ റാങ്ക് ഫയൽ ഒരു പ്രാവശ്യം നിങ്ങൾ വായിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് വായിക്കണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം കവർ ചെയ്യുക. ഇത് വായിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. അപ്പൊ ആ റാങ്ക് ഫയൽ നിങ്ങൾ വായിച്ചതിന് ശേഷം അതേ കണ്ടന്റ് നിങ്ങൾ SCRT ടെക്സ്റ്റ് ബുക്കിൽ റെഫർ ചെയ്യാം ഇപ്പൊ തന്നെ. ഓക്കെ, ഇന്ന് നിങ്ങൾ ആ റാങ്ക് ഫയൽ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ SCRT കണ്ടന്റ് വായിച്ചിട്ട് നിങ്ങൾ അതിലുള്ള പോയിന്റുകളായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 2 ടെക്സ്റ്റ് ബുക്കും ബേസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ നോക്കുക. ഓക്കെ, മാക്സിമം ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഏതൊരു സ്റ്റേറ്റ്മെന്റ് ഏതൊരു തരത്തിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആയി മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ കാര്യം എന്താ, നമ്മുടെ പരീക്ഷയിലെ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കുറവാണ്, കൂടുതലായിട്ടും ആപ്ലിക്കേഷൻ ലെവലിലേക്ക് ക്വസ്റ്റ്യൻസ് മാറി. അപ്പോൾ എക്കണോമിക്സ്, പൊളിറ്റിക്സ്, അതേപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി ഭാഗങ്ങൾ, സയൻസ് എല്ലാം തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ ഒരു പ്രാവശ്യം റെഫർ ചെയ്യുക, അതിനുശേഷം നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, പോയിന്റുകളായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, രണ്ടും കൂടിയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഈ ചോദ്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാനിപ്പോൾ എല്ലാ ദിവസവും ആഡ് ചെയ്യുന്നുണ്ട്. കുറെ അധികം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇത് തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്. കുറെ ആൾക്കാർക്ക് വേറെ പല മെത്തേഡ്സും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെയ്തു പോകുന്നുണ്ടാവും. എന്നിരുന്നാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസും അതേപോലെ നോട്ട്സും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പ്രിപ്പറേഷൻ മെറ്റീരിയൽ നമ്മുടെ എക്സാം ഹണ്ട് കേരളയുടെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ PSC ഡിഗ്രി ലെവലിന് വേണ്ട GK സെക്ഷനും അതേപോലെ കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ് എല്ലാം തന്നെ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് റെഫർ ചെയ്ത് പഠിക്കാം.